நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പോരെരുത്തോത്തോനെ നിൻ പൊന്നഗരത്തിൽ നിന്ന് പോന്ന് നീ കൃപ കാട്ടി ഇരുളകറ്റി കച്ചയണിഞ്ഞാരിളം മുലയാളൊത്ത് വന്ന് കൃപയാർന്നോരാമടിയാന്മാർ നിൻപദം ചേരുന്നത് കണ്ടിട്ടും കാഴ്ചയറ്റ നാട്ടിലെ പന്നി പോലെ കുഴന്നിടുന്നോൻ ദുഷ്ടനെന്നുയിർ തങ്ങി നിൽപ്പൂ. മാണിക്യവാചകർ സ്വയം നിന്ദിക്കുകയാണ്. ആദ്യകാലത്ത് ശിവഭജനം കൂടാതെ ശിവചിന്ത കൂടാതെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുകയാണ് മാണിക്യവാചകർ. നോക്കൂ, കണ്ടിട്ടും കാഴ്ചയേറ്റ നാട്ടിലെ പന്നി പോലെ. നാട്ടിലെ പന്നി എല്ലാം കാണുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല. അങ്ങനെ കണ്ടിട്ടും കാഴ്ചയറ്റ നാട്ടിലെ പന്നി പോലെ. പന്നി ഒന്നുമേ അറിയുന്നില്ല, സത്യം അറിയുന്നില്ല. അങ്ങനെ നാട്ടിലെ പന്നിയെ പോലെ കാഴ്ചയേറ്റ് ഉഴന്നിടുന്നോൻ ദുഷ്ടൻ എന്ന് ഉയിർ തങ്ങി നിൽപ്പൂ. ദുഷ്ടനായ എൻ്റെ ഉയിര് എന്നിൽ തങ്ങി നിൽക്കുകയാണ്. ഒന്നും അറിയാത്ത, ശിവചിന്തയില്ലാത്ത എൻ്റെ മനസ്സിൽ ഭഗവാനെക്കുറിച്ചുള്ള യാതൊരു ചിന്തയുമില്ലാതെ നാട്ടിലെ പന്നിയെ പോലെ കാഴ്ചയേറ്റ് കണ്ടിടത്തെല്ലാം ഓടി നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയും ഇവിടെയുമെല്ലാം ഓടി നടന്ന് ശിവചിന്തയില്ലാതെ ജീവിച്ച ദുഷ്ടനായ എൻ്റെ ആദ്യകാലത്തെക്കുറിച്ചോർത്ത് എനിക്ക് ദുഃഖം തോന്നുന്നു. എന്നിട്ട് പറയാം, നിൻ പൊന്നഗരത്തിൽ നിന്ന് പോന്നു നീ കൃപ കാട്ടി ഇരുളകറ്റി കച്ചയണിഞ്ഞ ദേവിയോടത്ത് വന്ന് കൃപയാർന്നോര് അടിയാന്മാർ നിൻ പാദം ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങയുടെ ശിവലോകത്തുനിന്ന് ഭഗവാൻ മഹാകാരുണ്യം കൊണ്ട് ഈ ഭൂമിയിൽ വന്നു ജനങ്ങളോട് കൃപ കാട്ടി ഇരുളകറ്റി. അങ്ങനെ ഇരുട്ടിനെ അകറ്റാൻ വേണ്ടി, ഭൂമിയിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലയോ ശിവഭഗവാൻ അങ്ങ് ശിവലോകത്തുനിന്ന് ഉമാദേവിയോടൊപ്പം ഈ ഭൂമിയിൽ വന്നു. അങ്ങനെ ഈ ഭൂമിയിലെ ഇരുട്ട് മുഴുവനും അങ്ങ് അകറ്റാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ ഉമാപതേ, അങ്ങ് നിൻ പാദം ചേർന്ന് കണ്ടിടും കാഴ്ചയേറ്റ്. നിൻ്റെ പാദം ചേരാൻ വേണ്ടി അടിയാന്മാർ, ശിവ അടിയാന്മാർ അഹമഹമികയാ നിൻ്റെ അരികിലേക്ക് ഓടിയണഞ്ഞു. എന്നിട്ടും ആ കാഴ്ചയൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്നാണ് മാണിക്യവാചകർ ദുഃഖിക്കുന്നത്. അപ്പോൾ മാണിക്യവാചകരുടെ ആദ്യകാല ജീവിതം യാതൊരു ശിവചിന്തയുമില്ലാതെ പന്നിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നും ജീവിതത്തിലെ ആ അർത്ഥയുക്തമായ ശിവപാദത്തെ കാണാനുള്ള താല്പര്യം കാണിച്ചില്ല. എന്നാൽ ശിവഭഗവാൻ പാർവതീദേവിയോടൊപ്പം ശിവലോകത്തുനിന്ന് ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലെ അജ്ഞാനത്തെയും ദുഃഖത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ എഴുന്നള്ളി. അപ്പോൾ ശിവഭക്തന്മാരായ അടിയാന്മാർ അങ്ങയുടെ അടുത്തേക്ക് ഓടിക്കൂടി. എന്നിട്ടും ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, അതിൽ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല എന്ന് സ്വയം കുറ്റപ്പെടുത്തുകയാണ് മാണിക്യവാചകൻ. അപ്പോൾ തൻ്റെ ആദിമകാല ജീവിതത്തിൽ താൻ ശിവനെ ഒട്ടും തന്നെ കാണാൻ ആഗ്രഹിച്ചില്ല, കണ്ടിട്ടും കണ്ടില്ല.
ഒരു പന്നിയെ പോലെ അലഞ്ഞു നടക്കുന്ന ഒരു നികൃഷ്ട ജീവിതമാണ് താൻ നയിച്ചത്. അങ്ങ് അനേകം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതും അങ്ങയുടെ അടിയാന്മാർ അങ്ങയ്ക്ക് ചുറ്റും കൂടി നിൽക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടും കണ്ടില്ല. അതിൽ പങ്കുചേരാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല. എന്തൊരു ദയനീയമായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ശിവൻ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. പാർവതീദേവിയോടൊത്ത് ശിവഭഗവാൻ നമ്മുടെ മുമ്പിൽ തന്നെ എഴുന്നള്ളിയിരിക്കുന്നു. എന്നിട്ടും നമ്മൾ പന്നിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് ചിന്തയിൽ മുങ്ങാതെ, ശിവനോട് അടിമപ്പെടാതെ, ഭൗതിക ജീവിതത്തിൻ്റെ ആസക്തിയിൽ അലഞ്ഞു തിരിയുന്ന കാഴ്ചയാണ് ഇവിടെ എവിടെയും കാണുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിലെ അനുഭവം തന്നെയാണ് മാണിക്യവാചകരുടെ ആദ്യകാല ജീവിതത്തിലും ഉണ്ടായത്. പക്ഷേ ഇന്ന് അദ്ദേഹം തൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. ഈശ്വര, അങ്ങ് എൻ്റെ മുന്നിൽ വന്നിട്ടും അങ്ങയുടെ അടിയാന്മാർ അങ്ങയെ ചൂഴ്ന്ന് പാട്ടുപാടി ആരാധിച്ച് നിൽക്കുന്നത് കണ്ടിട്ടും ഞാൻ അങ്ങയോട് ചേർന്നില്ലല്ലോ. എന്തൊരു നികൃഷ്ട ജന്മമായിരുന്നു എൻ്റേത് എന്ന് മാണിക്യവാചകർ ദുഃഖിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കൂ. നീണ്ട നാൾ തപസ്സാർന്നിട്ടും ഉടലിൽ വെറുപ്പാർന്ന് നിന്നെ കാണുവാനായി പല മാമുനിമാരും നല്ലോണം ക്ലേശിക്കവേ പാപിയാമെന്നെ ദാസനായി ഇനി സ്വീകരിച്ച് മലിനമാകും ഉടൽ പേറി ഞാൻ നടക്കുന്നേൻ. മണിയെ, നിന്നെ കാണാൻ അൻപിനാൽ അല്ലാത്തോരെനിക്കിനി എൻ പെരുമാനെ മേലെനിക്ക് എന്തുവാൻ ഗതി? ഇനി എൻ്റെ ഗതി എന്താണ് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. ഈശ്വര, അങ്ങയെ ഞാൻ അങ്ങയുടെ അടിമയായി ജീവിച്ചില്ലല്ലോ, എന്തൊരു കഷ്ടമാണ്. ഇനി എൻ്റെ ഗതി എന്തായിരിക്കും? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയുള്ളവരാണെന്ന് നോക്കൂ. നീണ്ട നാൾ തപസ്സാർന്നിട്ട് ഉടലിൽ വെറുപ്പാർന്ന് നിന്നെ കാണുവാനായി പല മാമുനിമാരും നല്ലോണം ക്ലേശിക്കവേ. അനേകം മാമുനിമാർ അനേകം കാലം നീണ്ട തപസ് ചേർന്ന് ആ ഉടലിനെ തന്നെ വാട്ടി, ഉടലിനെ തന്നെ വെറുപ്പാർന്ന് നിന്നെ കാണുവാനായതാ. ഉടലിൽ വെറുപ്പാർന്ന്, ഉടലിനോട് താല്പര്യമില്ലാതെ, ഉടലിനെ തന്നെ വെറുത്തുകൊണ്ട് അനേകം മാമുനിമാർ നിനക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നു. ഇത് ഞാൻ കണ്ടതാണ്, എന്നിട്ടും ഞാനത് കണ്ടില്ല. അപ്പോൾ അനേകം മാമുനിമാർ ഉടലിൽ വെറുപ്പാർന്ന്, ഉടലിനോട് യാതൊരു താല്പര്യവുമില്ലാതെ, ശരീരത്തോട് യാതൊരു താല്പര്യവുമില്ലാതെ നിരന്തരം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ താപസികളായ ശിവമാമുനിമാരെ കണ്ടിട്ടും എനിക്ക് അവരോട് താല്പര്യം തോന്നിയില്ല. പിന്നെയോ, അങ്ങനെയുള്ള പാപിയാമെന്നെ ദാസനായി ഇനി സ്വീകരിച്ച് മലിനമാകും ഉടൽ പേറി ഞാൻ നടക്കുന്നേൻ. എന്നിട്ടും ദാസനായിത്തീരാൻ, അങ്ങയുടെ ദാസനായിത്തീരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എങ്ങനെ? മലിനമാകും ഉടൽ പേറി ഞാൻ നടക്കുന്നു. ഈ മലിനമായ, ഈ ക്ഷണികമായ, ഈ നശ്വരമായ, ഈ പുഴുക്കൾ നിറഞ്ഞ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും ശരീരത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മലിനമാകും ഉടൽ പേറി ഞാൻ നടക്കുന്നു. അല്ലയോ മാണിക്യമേ, നിന്നെ കാണാൻ അൻപിനാൽ അല്ലാതെ ആർക്കും കഴിയില്ല. സ്നേഹം, നിറഞ്ഞ സ്നേഹത്തോടെ മാത്രമേ നിന്നെ കാണാൻ കഴിയൂ. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് നിന്നോട് ആ സ്നേഹമുണ്ടായിരുന്നില്ല. അല്ലയോ എൻ്റെ പെരുമാനെ, എനിക്ക് മേൽ എന്താണ് ഗതി? എൻ്റെ മേൽഗതി എന്താണ്? എനിക്ക് ഇനി എന്തൊരു ഗതിയാണ് ഈശ്വര ഉണ്ടാകുന്നത്? മാൻമിഴി ഉമ പാതി മീനിയാവുന്നോനെ, ഇങ്ങ് വന്നെന്നെ കൈക്കൊണ്ടോനാം തേനെ, അമൃതേ
കന്നൽ തെളിനീരാകും ശംഭോ ചിദംബരേശ, നിന്റെ ഉള്ളറിഞ്ഞാരോ നിന്റെ ചേവടി ചേർന്ന് വാഴുന്നു, ഞാനോ പുഴുവുമിറച്ചിയുമാർന്നതാം മേനി മാത്രം കാത്തുകൊണ്ടിങ്ങ് വാർന്നേൻ എന്നോട് ഉടയോനെ. എൻ്റെ ഉടയോനെ, അല്ലയോ ഭഗവാനെ, ഞാൻ എങ്ങനെയാണ് ഇത്രയും നാളും ജീവിച്ചത്? പുഴുവും ഇറച്ചിയും മാത്രം നിറഞ്ഞ ഈ മേനിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അതിനെ പോറ്റി വളർത്തിക്കൊണ്ട്, ശരീരത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് അല്ലയോ ഭഗവാൻ ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. മാൻമിഴി ഉമാപതി മേനിയോ ഓർന്നോനെ, അല്ലയോ പാർവതീ പരമേശ്വര, ഇങ്ങ് വന്നെന്നെ കൈക്കൊണ്ടോനാം. എന്നെ വന്ന് കൈക്കൊണ്ടിട്ടും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ. തേനേ അമൃതേ കന്നൽ തെളിനീരാകും ശംഭോ ചിദംബരേശ, നിൻ്റെ ഉള്ളറിഞ്ഞോ ആരോ നിൻ്റെ ചേവടി ചേർന്നു. നിൻ്റെ ഉള്ളറിഞ്ഞവർ നിൻ്റെ ചേവടി ചേർന്നു. എനിക്ക് നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം പൊഴിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നിന്നോട് ചേരാനും എനിക്ക് കഴിഞ്ഞില്ല. എന്തൊരു പാഴ്ജന്മമായിരുന്നു എൻ്റേത് എന്ന് മാണിക്യവാചകർ തൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചോർത്ത് പശ്ചാത്തപിച്ച് കഴിയണം. ഇതുതന്നെയാണ് പല സിദ്ധകവികളും പാടുന്നത്. ശിവവാക്യരുടെ ഒരു കവിതയുണ്ട്, നോക്കൂ. പിറപ്പതും ഇറപ്പതും പിറന്നിടാതിരിപ്പതും മറപ്പതും നനയ്പ്പതും മറന്നവ തെളിവതും ത്യജിച്ചതും തുടപ്പതും സുഖിച്ച് വാരി ഉണ്ണലുമെല്ലാം പിറന്നിറന്ന് പിറക്കും ഈ വീടിതിൽ അടക്കമേ. നാം വീട്ടിൽ എങ്ങനെയാണ് കഴിയുന്നത്? പിറപ്പതും ഇറപ്പതും, പിറക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ശിവ ഭഗവാന്റെ മേന്മകളെയും മറന്നുകൊണ്ട് സുഖിച്ച് വാരി ഉണ്ണലും സുഖിച്ച് നാം ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തെ മാനിച്ചുകൊണ്ട്, ശരീരത്തെ പുകഴ്ത്തിക്കൊണ്ട്, ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നാം ജീവിക്കുന്നു. അതേസമയം ശിവഭഗവാനെക്കുറിച്ചോർത്ത് നാം ചിന്തിക്കുന്നേയില്ല. എന്തൊരു പാഴ്ജന്മമാണ് നമ്മുടേത് എന്നാണ് ഇവിടെ ശിവവാക്യരും പറയുന്നത്. അപ്പോൾ അല്ലയോ മനുഷ്യ, നീ എപ്പോഴും ശിവചിന്തയിൽ മുഴുകി കഴിയുക, അല്ലാതെ ശരീരബോധത്തിൽ മുഴുകി ജീവിച്ചുകൊണ്ട് എന്താണൊരു പ്രയോജനം? പുഴുവരിക്കുന്ന ഈ മാംസപിണ്ഡത്തെ എന്തിന് നീ ഇത്രയേറെ ശ്രദ്ധിക്കുന്നു? നീ ശിവചിന്തയിൽ മുഴുകി ജീവിക്കുക എന്നാണ് ഇവിടെ ശിവവാക്യരും പാടുന്നത്. ശിവവാക്യരും മാത്രമല്ല, എല്ലാ 18 സിദ്ധന്മാരായ കവികളും പാടുന്നത് ഇത് തന്നെയാണ്. അതായത് ശിവചിന്തയിൽ മുഴുകി ജീവിക്കുക. പക്ഷേ ജനങ്ങളെല്ലാം തന്നെ ശരീരബോധത്തിൽ മുങ്ങി, ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഊണുറക്കത്തിൽ മുഴുകി കഴിയുന്ന ഒരു ദയനീയ കാഴ്ചയാണല്ലോ കാണുന്നത്. അതുകൊണ്ട് അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ശിവചിന്തയിലേക്ക്, ശിവഭഗവാന്റെ അടിയാനായിത്തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുക. ശിവചിന്തയിൽ മുഴുകി ജീവിച്ചാൽ നിനക്ക് ശിവലോകത്ത് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ ശരീരത്തെക്കുറിച്ചിട്ടല്ല, മറിച്ച് ആത്മാവിനെക്കുറിച്ചിട്ടാണ്, ശിവനെക്കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. ആ ശിവചിന്തയിൽ മുഴുകി ജീവിച്ച് നിൻ്റെ ജീവിതത്തെ ധന്യമാക്കുക. ഇല്ലെങ്കിൽ പാഴായ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നിനക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും എന്നാണ് മാണിക്യവാചകർ ഈ ഭാഗത്ത് നമ്മളോട് പറയുന്നത്. ഓം ശിവായ നമഃ.